എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിക്കും. ഹയർ സെക്കൻഡറി അഡ്മിഷൻ ഇന്ന് വൈകുന്നേരം 5 മണി വരെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷൻ ഇന്ന് വൈകുന്നേരം 4 മണി വരെയുമാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ ടെമ്പററി അഡ്മിഷൻ എടുത്തു, എനിക്കിപ്പോൾ കിട്ടിയുള്ള ഓപ്ഷനിൽ സ്കൂൾ ഇഷ്ടപ്പെട്ടു എന്നാൽ കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചില വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാൽ സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് രണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് അടുത്ത ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റിന് എങ്ങനെയാണ് പരിഗണിക്കുക എന്നുള്ളതും, അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാനായിട്ട് സാധിക്കുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് എന്നുള്ള കാര്യവും, അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തന്നെ, അതായത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തന്നെ മെറിറ്റ് കോട്ടയുണ്ട്, അതായത് SWS കോട്ടയുണ്ട്, അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, അതായത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂള്, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട എന്നിങ്ങനെയുള്ള 3 കോട്ടകൾ സാധാരണഗതിയിൽ ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ VHSC എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് സെപ്പറേറ്റ് മറ്റൊരു വിഭാഗം കൂടിയുണ്ട് VHSC. അപ്പോൾ ഈ ഒരു രീതിയിൽ ടോട്ടൽ 4 വിഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച സമയത്ത് വിദ്യാർത്ഥികൾക്ക്, അതായത് ഏതൊക്കെ കോട്ടകളിലാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, അപ്പോൾ ഏത് കോട്ടയിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് നേടി, അതായത് അലോട്ട്മെൻറ്റ് കിട്ടി എന്നാൽ അഡ്മിഷൻ എടുക്കാതിരുന്നിട്ടുള്ളത്, അതായത് ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കുന്നത്, ആ ഒരു കോട്ടയിൽ നിന്നുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതും പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആ ഒരു കോട്ടയിലേക്ക് പരിഗണിക്കുന്നതും ആയിരിക്കില്ല. ഇപ്പോൾ എന്താണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അത് പറഞ്ഞു തരാം. ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആണെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് SWS, അത് മെറിറ്റ് സീറ്റിലും കിട്ടി, അതുപോലെ സ്പോർട്സ് കോട്ടയിലും കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കോട്ടയിലാണ് അഡ്മിഷൻ നേടാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടാതെ, അതായത് ഇപ്പോൾ ഈ SWS വിഭാഗത്തിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ SWS വിഭാഗത്തിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടി, അതായത് മെറിറ്റ് കോട്ടയിലാണ് അഡ്മിഷൻ നേടിയിട്ടുള്ളത്. ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ സ്പോർട്സ് കോട്ടയിൽ കിട്ടിയെടുത്തും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടിയെടുത്തും നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളെ ആ ഒരു വിഭാഗത്തിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ ഒഴിവാകും. ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നത് ആയിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ ആണെങ്കിൽ ചോദിക്കുന്ന കാര്യമാണ്, എനിക്ക് ഹയർ സെക്കൻഡറിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടിയിട്ടില്ല, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും. അതായത് എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ SWSലോ, അതായത് മെറിറ്റ് കോട്ടയിലോ, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലോ, അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലോ, അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലോ നിങ്ങൾക്ക് ഏത് വിഭാഗങ്ങളിലൊക്കെ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ട്, ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഏതൊക്കെ വിഭാഗങ്ങളിൽ നിങ്ങൾ അഡ്മിഷൻ നേടാതെയുണ്ട്, അത് ടെമ്പററി അഡ്മിഷനെങ്കിലും നേടാതെയുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള ഏത് കോട്ടയിലാണ് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാതെ തരുന്നത്, ആ ഒരു കോട്ടയിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കോട്ട ഏതാണോ ആ ഒരു കോട്ടയിലും, അതുപോലെ നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ള കോട്ട ഏതാണോ ആ ഒരു കോട്ടയിലും നിങ്ങളെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കുന്നത് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉദാഹരണം ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിങ്ങൾക്ക് ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മെറിറ്റ് സീറ്റിൽ കിട്ടി, അതായത് SWS വിഭാഗത്തിൽ കിട്ടി, സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ VHSCയിൽ അലോട്ട്മെൻറ്റ് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്നത് VHSCയിലും സ്പോർട്സിലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മെറിറ്റ് കോട്ടയിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയതുകൊണ്ട് അതിലേക്ക് നിങ്ങളെ പരിഗണിക്കും. അതുപോലെ സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾ അഡ്മിഷൻ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും കിട്ടാത്തതുകൊണ്ട് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ അതിലേക്ക് പരിഗണിക്കും. അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ എവിടെ അഡ്മിഷൻ നേടാതിരുന്നത് ആ ഒരു വിഭാഗങ്ങളിൽ മാത്രമാണ് നിങ്ങളെ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിനെ പരിഗണിക്കാതിരിക്കുന്നത്. അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്നതോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ളതോ ആയിട്ടുള്ള സീറ്റുകളിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആ ഒരു വിഭാഗത്തിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നത് ആയിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഓപ്ഷൻ എഡിറ്റിംഗ്. അതായത് ഓപ്ഷൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത്, നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ ഫസ്റ്റ്
അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമില്ലാത്ത ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള അവസരം മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ എഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഓപ്ഷൻസ് ആഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അലോട്ട്മെൻറ്റിന് 5 ഓപ്ഷനാണ് കൊടുത്തതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു 5 ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയാനായിട്ട് സിമ്പിൾ ആയതുകൊണ്ടാണ്. അപ്പോൾ ചില വിദ്യാർത്ഥികൾ 10 20 ഒക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടി, നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ നേടാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ വേണ്ടാന്ന് വിചാരിക്കുക. എനിക്കിപ്പോൾ 5 ഓപ്ഷൻ കൊടുത്തതിൽ 3ാമത്തെ ഓപ്ഷൻ വേണ്ടാന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിനെ മാത്രം റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് സ്കൂളിൽ നിന്ന് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാനുള്ള ഫോം കിട്ടും. അത് വാങ്ങിച്ച് നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻസ് മാത്രമായിട്ട് റിമൂവ് ചെയ്യാം. ഇനി ചില വിദ്യാർത്ഥികൾ ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷനിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടുന്നതെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ ലഭിച്ച, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതും ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടാത്തത് അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അലോട്ട്മെൻ്റ് ഒന്നും ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കും എങ്ങനെയാണ് വിദ്യാർത്ഥികളെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ, അതായത് ജസ്റ്റ് ഞാൻ ഉദാഹരണത്തിന് ഒരു 5 ഓപ്ഷൻ കൊടുത്തതെന്ന് വിചാരിക്കാം. അപ്പോൾ 5 ഓപ്ഷൻസ് ജസ്റ്റ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 5 ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടാം. ഇനി അതായത് 1 മുതൽ 5 വരെയുള്ള ഏത് ഓപ്ഷൻ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ എത്ര ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടോ അതിൽ ഏത് ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് നോക്കിയ സമയത്ത് അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് കുറവുള്ള ആ ഒരു റാങ്കുള്ള ഓപ്ഷൻ ഏതാണോ അത് നിങ്ങൾക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള ആ ഒരു കൂടുതൽ സാധ്യതയുള്ള ആ ഒരു ഓപ്ഷൻ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ കാര്യം നോക്കാം. അതായത് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളുടെ എല്ലാ ഓപ്ഷനുകളും അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും. എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ കാര്യത്തിലാണെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 5ാമത്തെ ഓപ്ഷനാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി അവിടെ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയതെന്ന് വിചാരിക്കാം. ഹയർ ഓപ്ഷൻസ് അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്നും വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് എവിടെയും ആ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു നിലവിൽ നിങ്ങൾ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ എന്ത് രീതിയിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടിയത് അവിടെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷനിൽ തുടരാവുന്നതാണ്. ടെമ്പററി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ടെമ്പററി അഡ്മിഷൻ നേടിയ സ്കൂളിൽ തന്നെ തുടരാൻ സാധിക്കും. കാരണം എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടാത്തത് കാരണം, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എവിടെയും പുതുതായിട്ട് കിട്ടാത്തത് കാരണം വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടിയ സ്കൂളിൽ തന്നെ തുടരാനായിട്ട് സാധിക്കുന്നതാണ്. ടെമ്പററി ആയിട്ട് തന്നെ തുടരാൻ സാധിക്കും. തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമേ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ടുള്ളൂ. ഇനി ചില വിദ്യാർത്ഥികൾക്കുള്ള സംശയമായിരിക്കും, എന്നാൽ എനിക്ക് ആ ഒരു സീറ്റിൽ ഞാൻ ടെമ്പററി അഡ്മിഷൻ നേടിയ സീറ്റിൽ തന്നെ എനിക്ക് പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കണം, അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് വേറൊരു ഓപ്ഷനും കിട്ടാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ടെമ്പററി അഡ്മിഷനിൽ തുടരുന്ന് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് വേറെ എവിടെയും കിട്ടാത്തത് കാരണം അവിടെ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ മാറ്റിയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അതായത് ആ ഒരു ഓപ്ഷനിലെ ആ ഒരു കോഴ്സും സ്കൂളും മതി എന്ന് തീരുമാനിക്കുന്നു. ഇനി തേർഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യേണ്ടതില്ല എന്ന് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് എടുത്തുകൊണ്ട് സ്കൂളിൽ പോയിക്കൊണ്ട് ആ ഒരു അഡ്മിഷനെ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾക്ക് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാം. ഇനി പെർമനൻറ്റ് അഡ്മിഷൻ ആക്കുന്നില്ല, തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക. മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അത് മാറാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാനിപ്പോൾ ഒരു സ്കൂളിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ട്, എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിലവിലെ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിലെ, അതായത് ടെമ്പററി അഡ്മിഷൻ നേടിയ സ്കൂളിലെ, അപ്പോൾ നിലവിൽ ഞാൻ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിലെ സീറ്റിൽ എനിക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു സംശയത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് 3ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ 3ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇവിടെ കിട്ടിയ സമയത്ത് നിങ്ങൾ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച 5ാമത്തെ ഓപ്ഷൻ എനിക്ക് അവിടെ ഉണ്ട്, അവിടെ ഞാൻ ടെമ്പററി അഡ്മിഷനിലാണ് തുടർന്നിട്ടുള്ളത്. ഇനി അതല്ലെങ്കിൽ ഞാൻ അവിടെ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുത്തത്, ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥിക്ക് ആ ഒരു ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ എനിക്ക് പെർമനൻറ്റ് അഡ്മിഷനായിട്ട് തുടരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു സംശയമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ടോ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ട്, എന്നാൽ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തിയത് കാരണം കൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സാഹചര്യം
വരികയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു മറ്റൊരു ഓപ്ഷൻ, ഏത് ഓപ്ഷനാണോ കിട്ടിയത് ആ ഒരു ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷനും, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ ഉൾപ്പെടെ റിമൂവ് ചെയ്യപ്പെടുന്നതും പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടേക്കാണോ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു സ്കൂളിലെ, അതായത് ആ ഒരു ഓപ്ഷനിലെ ചിലപ്പോൾ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സ് ആയിരിക്കാം. നിങ്ങൾ എങ്ങനെയാണോ ഓപ്ഷൻ കൊടുത്തത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിലെ സ്കൂൾ എവിടെയാണോ അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് എവിടെയാണോ അങ്ങോട്ടേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും മാറേണ്ടതായിട്ട് വരും. നിലവിലെ ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ തുടരാൻ സാധിക്കുന്നതല്ല. അപ്പോൾ പെർമനൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിൻ്റെ പെർമനൻ്റ് ആണ് എന്നുള്ള നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അതായത് ചില വിദ്യാർത്ഥികൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ, അതായത് ഒന്നാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ കൂടി പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഒരു വിദ്യാർത്ഥി പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു, എനിക്ക് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് 6ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടെ പോയിട്ട് അറിയാതെ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കോഴ്സ് എന്ന് പറയുന്നത് കൊമേഴ്സ് ആയിരുന്നു. എന്നാൽ എനിക്ക് ബയോളജി സയൻസ് ആയിരുന്നു വേണ്ടത്. ആ ഒരു ഓപ്ഷനുകളൊക്കെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് ചെയ്യുക, സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് മാറാനായിട്ട് എന്താണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്താൽ മതി. കാരണം ഹയർ ഓപ്ഷൻസ് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ 6ാമത്തെ ഓപ്ഷനാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയതെന്ന് വിചാരിക്കുക. അവിടെ ആ ഒരു വിദ്യാർത്ഥി നേടിയിട്ടുണ്ടായിരുന്നത് പെർമനൻറ്റ് അഡ്മിഷനാണ്. എന്നാൽ ഹയർ ഓപ്ഷൻസ് ഒക്കെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ റിമൂവ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും സ്പെസിഫിക് ഓപ്ഷൻസ് മാത്രമായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥി ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കും. ഇപ്പോൾ 4ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു 6ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുള്ള സ്കൂളിലെ പെർമനൻറ്റ് അഡ്മിഷൻ അവിടെ തുടരുന്നതായിരിക്കില്ല. കാരണം നിങ്ങൾ അവിടെ ഹയർ ഓപ്ഷൻസ് നിലനിർത്തി, അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി ആ ഒരു സ്കൂളിൽ നിന്നും, അതായത് ഇവിടെ നിങ്ങൾ ആ ഒരു സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ അഡ്മിഷൻ ഫീസ് കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ PTA ഫണ്ട്, PTA ഡൊണേഷൻ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ, അതായത് അഡ്മിഷൻ ഫീസ് ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും PTA ഫണ്ടും PTA ഡൊണേഷൻ ഫീസൊക്കെ തിരിച്ചു തരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തിരിച്ചു തരും. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് എവിടെയാണോ, അത് കോഴ്സ് മാറ്റം ആണ് ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് ചില വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് 6ാമത്തെ ഓപ്ഷനും സെയിം സ്കൂളായിരിക്കും, അതുപോലെ 4ാമത്തെ ഓപ്ഷനിലെ മറ്റൊരു കോഴ്സ് ആയിരിക്കും, അതായത് സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് മാറ്റം കിട്ടിയതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സ്ട്രാ ഫീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്കൂളിൽ പോയിട്ട് അടച്ചിട്ട് അവിടുത്തെ അഡ്മിഷൻ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് മാറ്റിയാൽ മതി. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് മാറ്റം കിട്ടുന്നത്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ നൽകിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തിരിച്ചു തരും. PTA ഫണ്ടും PTA ഡൊണേഷൻ ഫീസും തിരിച്ചു തരും. അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ് തിരിച്ചു തരില്ല. അപ്പോൾ അഡ്മിഷൻ ഫീസിൻ്റെ ഒരു റെസിപ്റ്റ് ഉണ്ടാകും. അപ്പോൾ ആ റെസിപ്റ്റും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും PTA ഫണ്ടും PTA ഡൊണേഷനും എന്നിവയൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ പുതുതായിട്ട് മറ്റൊരു സ്കൂളിലാണ് കിട്ടിയതെങ്കിൽ ആ ഒരു സ്കൂളിൽ പോയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാം. അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് വേണ്ടതെങ്കിൽ ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതും ഹയർ ഓപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതും ആണ്. ഇനിയിപ്പോൾ ചില സമയത്ത് വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ ആണ് നിങ്ങൾ അഡ്മിഷൻ നേടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് 1ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ എന്ത് അഡ്മിഷനാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. കാരണം പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയാൻ കാരണം 1ാമത്തെ ഓപ്ഷൻ്റെ മുകളിൽ മറ്റു ഓപ്ഷൻ ഇല്ല. 1ാമത്തെ ഓപ്ഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന സാഹചര്യത്തിൽ അതിന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും റിമൂവ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവിടേക്കുള്ള, അതായത് നിങ്ങൾക്ക് ആ ഒരു 6ാമത്തെ ഓപ്ഷനാണ് ആദ്യം ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയതെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ല, 1ാമത്തെ ഓപ്ഷൻ ലഭിച്ച ആ ഒരു സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് മാറ്റമാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ്ട്രാ ഫീസ് അടച്ചാൽ മതി. എന്നാൽ സ്കൂളും കോഴ്സും രണ്ടും മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും അതുപോലെ അഡ്മിഷൻ ഫീസ് ഒക്കെയുള്ള ബാക്കി ഫീസുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം. അതായത് നിങ്ങൾ നിലവിലെ സ്കൂളിൽ ടെമ്പററി അഡ്മിഷൻ ആണ് എടുത്തതെങ്കിലും അതുപോലെ തന്നെ പെർമനൻറ്റ് അഡ്മിഷനാണ് നിങ്ങൾ എടുത്തതെങ്കിലും നിങ്ങളുടെ ഓപ്ഷൻ്റെ ലിസ്റ്റിൽ ബാക്കിയായിട്ട് ഹയർ ഓപ്ഷനുകൾ ബാക്കിയായിട്ടുണ്ട് എങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കും. അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ, പുതുതായിട്ട് അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനനുസരിച്ച് എങ്ങോട്ടേക്കാണ് മാറ്റം കിട്ടിയത് അങ്ങോട്ടേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിലേക്ക് പോയിട്ട് അഡ്മിഷൻ നേടണം. ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരികെ വാങ്ങി നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടണം. അതുപോലെ തന്നെ
നിലവിലെ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറ്റം കിട്ടിയതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എക്സ്ട്രാ ഫീസ് ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ സമയത്ത്, അതായത് എപ്പോഴാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ ആ ഒരു സമയത്ത് പോയിട്ട് നിങ്ങൾ ആ ഒരു എക്സ്ട്രാ വരുന്ന ഫീസും അടച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെമ്പററി ആയിട്ടോ അതല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം. അതേസമയം നിങ്ങൾ നിലവിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനുകളൊന്നും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. നിലവിൽ നിങ്ങൾ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾ പോയിട്ട് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ ആക്കുകയും ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് മാറണമെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷിച്ചാൽ മതി. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് മാറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംശയങ്ങളും മാറിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്